മുട്ട സ്ഥിരമായിട്ട് അത് കഴിക്കുന്നത് നല്ലതാണോ? ചില ആളുകൾ പറയും കൊളസ്ട്രോൾ ഉള്ള സാധനമാണ് മുട്ട, കൊളസ്ട്രോൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുട്ട കഴിക്കാറേ ഇല്ല, അല്ലെങ്കിൽ അതിൻ്റെ വെള്ളം മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ, അതിൻ്റെ മഞ്ഞയൊക്കെ കഴിച്ച കാലം ഞാൻ മറന്നു പോയിട്ടുണ്ട് എന്ന് ചില ആളുകൾ വാദിക്കാറുണ്ട്. മറ്റു ചിലർ പറയും മുട്ട എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഹോൾ പ്രോട്ടീൻ ആയിട്ടുള്ള ഒരു ഭക്ഷണമാണ്, നിർബന്ധമായിട്ടും നമ്മളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. നമ്മൾ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് നിർബന്ധമായിട്ടും കഴിക്കാൻ പറയുന്ന ഒന്നാണ് മുട്ട എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ കൊളസ്ട്രോൾ ഉള്ള ഈ സാധനം എങ്ങനെയാണ് കഴിക്കാൻ പറ്റുമോ എന്നുള്ള ചില ആളുകൾ സംശയത്തോടു കൂടെ പറയാറുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ മുട്ട എന്ന് പറയുന്നത് ആരൊക്കെയാണ് കഴിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് കഴിക്കേണ്ടത്, മുട്ടയുടെ ദോഷങ്ങൾ എന്താണ്, ഗുണങ്ങൾ എന്താണ്, എങ്ങനെയൊക്കെ എത്ര തവണ അല്ലെങ്കിൽ എത്ര മുട്ട ഒരു ദിവസം നമ്മൾക്ക് കഴിക്കാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. അപ്പോൾ മുട്ട എന്ന് പറയുന്നത് ഒരു ഹോൾ പ്രോട്ടീൻ ആയിട്ടാണ് നമുക്ക് ശരിക്കും അതിനെ കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒരു ഐഡിയൽ ഭക്ഷണമായിട്ട് തന്നെ നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാൻ പറ്റും. കാരണം അതിൽ ഒരുപാട് രീതിയിലുള്ള മിനറൽസ് ഉണ്ട്, വിറ്റാമിൻസ് ഉണ്ട്, അതേപോലെ നമ്മൾക്ക് ആവശ്യത്തിനുള്ള എസെൻഷ്യൽ ആസിഡ്സ് എന്നൊക്കെ പറയും, അമിനോ ആസിഡ്സ് എന്നൊക്കെ പറയും, നമ്മളുടെ ശരീരത്തിലുള്ള കറക്റ്റായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ചില കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യമായിട്ട് പറയുന്നത് മുട്ടയിലുള്ള നമ്മൾക്ക് കിട്ടാവുന്ന ഏറ്റവും ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ആദ്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ മുട്ടയിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വിറ്റാമിൻ ഡി ഉണ്ട്, ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഉണ്ടാവാം, അതേപോലെ വിറ്റാമിൻ B5, B12 എന്നൊക്കെ പറഞ്ഞ പല രീതിയിലുള്ള വിറ്റാമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്. അതേപോലെ ഒമേഗ 3 ഫെഡ് ആയിട്ടുള്ള, അതായത് ഭക്ഷണം അങ്ങനത്തെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ തീറ്റിച്ചിട്ടുള്ള കോഴികളാണ് ഈ മുട്ട ഇടുന്നതെന്നുണ്ടെങ്കിൽ ആ മുട്ടകളിൽ അതേപോലെ തന്നെ നമ്മൾക്ക് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. നമ്മളെപ്പോഴും പറയാറുണ്ട്, നമ്മുടെ സ്കിന്നിനാണെങ്കിലും മുഖത്തിനാണെങ്കിലും നമ്മളുടെ ശരീരത്തിനാണെങ്കിലും നമ്മളുടെ ഒരുപാട് രീതിയിലുള്ള ശരീരത്തിലെ പ്രവർത്തനങ്ങൾക്കാണെങ്കിലും ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മനസ്സിനൊക്കെ ആണെങ്കിലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഒന്ന് പറയാനുള്ളത്, ഇത് കൊളസ്ട്രോൾ നിറഞ്ഞ ഒന്നാണെങ്കിൽ പോലും നമ്മളുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ ബ്ലഡിൽ കൊളസ്ട്രോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് കൂട്ടുന്നില്ല. അതുപോലെ തന്നെ നമ്മളുടെ നല്ല കൊളസ്ട്രോളിനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് വളരെയേറെ ഹെൽപ്പ് ചെയ്യും. ഇതിൽ HDL എന്ന് പറയുന്ന കണ്ടന്റ്, അതായത് നല്ല കൊളസ്ട്രോൾ, ചീത്ത കൊളസ്ട്രോളിൽ നല്ല കൊളസ്ട്രോൾ വളരെ കൂടുതലായിട്ടുള്ള ഒരു ഭക്ഷണമാണ് മുട്ട എന്ന് പറയുന്നത്. മാർച്ച് 2017 ഡയാന ഡി മാറോ എന്ന് പറയുന്ന ഒരു ഡോക്ടറും അവരുടെ ഒരു സംഘം ഒരു പഠനം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ദിവസവും 3 മുട്ട ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ കൊണ്ട് കഴിപ്പിച്ചിട്ട് അവരുടെ ഒരു റിസൾട്ട് നോക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു റിസൾട്ടിൽ അവർ കണ്ടെത്തിയത് എന്താണെന്ന് വെച്ചാൽ, അവരുടെ ശരീരത്തിലുള്ള LDL അല്ലെങ്കിൽ ചീത്ത കൊളസ്ട്രോളിൻ്റെ എമൗണ്ട് വളരെ കുറവ് വരികയും അവരുടെ HDL നന്നായിട്ട് കൂടുകയും അവരുടെ ലിപ്പിഡ് പ്രൊഫൈൽ ഒന്നും കൂടെ നമ്മൾക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ള പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പം എന്താണ്, മുട്ട നല്ലതല്ല, മഞ്ഞ കഴിക്കാൻ പാടില്ല, വെള്ളം മാത്രമേ കഴിക്കാവൂ, മഞ്ഞ കഴിച്ചാൽ എന്തായാലും കൊളസ്ട്രോൾ വരും എന്നുള്ളവരോടാണ് കാര്യമായിട്ട് പറയാനുള്ളത്. മുട്ട എന്ന് പറയുന്നത് കൊളസ്ട്രോൾ ഉള്ളതാണെങ്കിലും ഒരു ചെറിയ ശതമാനം മാത്രമേ നിങ്ങളുടെ ശരീരത്തിൽ അതിൻ്റെ കൊളസ്ട്രോൾ കൂട്ടാൻ സാധിക്കുകയുള്ളൂ. ഇനി നിങ്ങൾ ഓൾറെഡി ഫാമിലിയലായിട്ട് നിങ്ങൾക്ക് കൊളസ്ട്രോൾ വരുന്ന ഒരാളാണ്, അതായത് നിങ്ങളുടെ ഫാമിലി ജനറ്റിക്കലി നിങ്ങൾക്ക് ഹൈപ്പർ കൊളസ്ട്രോളീമിയ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് കൊളസ്ട്രോൾ കൂടാനുള്ള സാധ്യത ഉണ്ട്. അല്ലാത്ത ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ മുട്ട കഴിച്ചതുകൊണ്ട് യാതൊരു രീതിയിലും നിങ്ങളുടെ കൊളസ്ട്രോൾ കൂടുന്നില്ല. മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ കൊളീൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് നിറഞ്ഞു നിൽക്കുന്നതാണ്. അപ്പോൾ ഈ കൊളീൻ എന്ന് പറയുന്നത് വളരെ ചില ആളുകൾക്ക് അത് അറിയ പോലുമില്ല. ഇതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ശരീരത്തിൽ നമ്മളുടെ ബ്രെയിനിലെ സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സിഗ്നൽസ് കറക്റ്റായിട്ട് നമ്മുടെ തലച്ചോറിലെ സിഗ്നലിങ് കറക്റ്റായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വസ്തുവാണ്, അല്ലെങ്കിൽ ഒരു ട്രാൻസ്മിറ്ററാണ് കൊളീൻ എന്ന് പറയുന്നത്. ഇത് നന്നായിട്ട് അടങ്ങിയിട്ടുള്ളതാണ് മുട്ട എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ബ്രെയിൻ ആക്ടിവിറ്റി കൂട്ടാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മൾ മുട്ട നന്നായിട്ട് കഴിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ HDL നന്നായിട്ട് കൂടുതലുള്ള ഒരു കണ്ടന്റ് ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ഹാർട്ടിനെ റിസ്കിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്, അല്ലെങ്കിൽ നമ്മളുടെ ഹാർട്ടിൻ്റെ ഹെൽത്ത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് മുട്ട എന്ന് പറയുന്നത്. അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് പറയുന്നത്, ഇതിൽ കണ്ണിന് നല്ല രീതിയിലുള്ള ആൻറ്റി ഓക്സിഡൻസ് നന്നായിട്ട് ഇൻക്ലൂഡഡ് ആണ്. പ്രത്യേകിച്ച് ലെസിത്തിൻ എന്നൊക്കെ പറയുന്ന ആൻറ്റി ഓക്സിഡൻസ്, അതായത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് രീതിയിലുള്ള പ്രക്രിയകൾ കാരണം ഉണ്ടാകുന്ന ഒരു
എൻഡ് പ്രോഡക്റ്റ് ആണ് ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത്. അത് നമ്മുടെ കണ്ണിലൊക്കെ വന്നിട്ട് അടഞ്ഞു കിടക്കാറുണ്ട്. അങ്ങനെ അടഞ്ഞു കിടക്കുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ഡീജനറേഷൻ എന്ന് പറയും. അതായത് ചില ആളുകൾ പറയാറുണ്ട് റെറ്റിനയുടെ ഡീജനറേഷൻ, അല്ലെങ്കിൽ റെറ്റിന ചുരുങ്ങി പോവുകയാണ്, കണ്ണ് ചുരുങ്ങി പോവുകയാണ്. അങ്ങനത്തെ ഒക്കെ രോഗങ്ങളുള്ളവർക്ക് അങ്ങനത്തെ ഒക്കെ രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാൻ, അല്ലെങ്കിൽ ആ ഒരു രോഗത്തിലേക്ക് കൂടുതൽ പ്രോഗ്രസ് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന കണ്ടൻസ്, അതായത് ആൻറ്റി ഓക്സിഡൻസ് ഈ മുട്ടയിലുണ്ട്. അപ്പോൾ മുട്ട ദിവസവും കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ ശരീരത്തിൽ എത്തുകയും നമ്മളുടെ കണ്ണിൻ്റെ ആരോഗ്യം കൂടുതൽ വർദ്ധിപ്പിക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അതേപോലെ മുട്ട എന്ന് പറയുന്നത് ചില ആളുകൾക്ക് ഇപ്പം ഉദാഹരണക്കുറവുള്ള ആളുകൾക്ക് ഇതിൽ L-ആർജിനിൻ എന്ന് പറയുന്ന കണ്ടൻസ് ഉള്ളതുകൊണ്ട്, അതേപോലെ ഇതിൽ പ്രോട്ടീന്, വിറ്റാമിൻ ഡി ഒക്കെ ഒരുപാട് വിറ്റാമിൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് ടെസ്റ്റോസ്റ്ററോൺ കൂട്ടാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അതേപോലെ മുട്ടയിൽ ഒരുപാട് മിനറൽസ് ഉണ്ട്, മാഗ്നീഷ്യം, മാംഗനീസ്, സെലീനിയം എന്നൊക്കെ പറയുന്ന ഒരുപാട് മിനറൽസ് ഉണ്ട്. അപ്പം ഇതൊക്കെ ഈ ഒരു ഉദാഹരണക്കുറവുള്ള ഒരാൾക്ക് ശരിക്കും ഒരു ബൂണാണ്. അതായത് ഇത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ മരുന്നിൻ്റെ കൂടെ, പ്രത്യേകിച്ച് മരുന്നിൻ്റെ കൂടെ ഇത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രീതിയിൽ അവർക്ക് ഈ ഒരു താല്പര്യക്കുറവ്, അതേപോലെ സെക്ഷുവലി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്ന് കുറച്ചൊക്കെ ഒരു മാറ്റം അവർക്ക് ഉണ്ടാക്കാൻ മുട്ട വളരെയേറെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതുവരെ നമ്മൾ നോക്കിയത് മുട്ടയുടെ ഒരു നല്ല വശമാണ്, എന്തൊക്കെയാണ് മുട്ട കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ പഠനങ്ങൾ പറയുന്നത് ഒരു ദിവസത്തിൽ നിങ്ങൾക്ക് 3 മുട്ട വരെ, ഒരാഴ്ച വരെ നിങ്ങൾക്ക് അങ്ങനെ കഴിക്കാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നത്, അതായത് ഒരാഴ്ചയിൽ 7 മുട്ട കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരു ഇഷ്യൂ ഇല്ല എന്നുള്ളതാണ്. പക്ഷെ അതേപോലെ തന്നെ ചില പഠനങ്ങൾ പറയുന്നുണ്ട് എല്ലാവർക്കും ഇതേപോലെ 7 മുട്ട അല്ലെങ്കിൽ ദിവസവും നിങ്ങൾ മുട്ട കഴിക്കുന്നത് നല്ലതല്ല എന്നുള്ളത്. അത് പ്രത്യേകമായിട്ട് പറയുന്നത് ഡയബറ്റിസ് കൂടുതലുള്ള ആളുകൾക്ക്, അതേപോലെ അല്ലെങ്കിൽ ഡയബറ്റിസ് മെലൈറ്റിസ് ഉള്ള ആളുകൾക്ക്, അതേപോലെ ഓവർ വെയ്റ്റ് ആയിട്ടുള്ള ഒരാളാണ് നിങ്ങൾക്ക് ഓൾറെഡി ഹൈപ്പർ കൊളസ്ട്രോളീമിയ ഉള്ള ഒരാളാണ്, അതായത് കൊളസ്ട്രോളിൻ്റെ ലെവൽ ഓൾറെഡി നിങ്ങൾക്ക് ഹൈ ആണ്, അത് നോർമൽ ആക്കാതെ നിങ്ങൾ മുട്ട കഴിക്കരുത്, അല്ലെങ്കിൽ ഓവറായിട്ട് നിങ്ങൾ കഴിക്കരുത് എന്നുള്ളതാണ് പറയുന്നത്. അതല്ലാതെ നിങ്ങൾ കൊളസ്ട്രോൾ ഇനി ജീവിതത്തിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് മുട്ട കഴിക്കരുത് എന്നുള്ളതല്ല. അപ്പോൾ നിങ്ങളുടെ കൊളസ്ട്രോളിൻ്റെ ലെവൽ നിങ്ങൾ നോർമലാക്കി കഴിഞ്ഞിട്ട്, അതായത് എക്സസൈസും കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നിങ്ങളെ നോർമലാക്കി കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മുട്ട കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ കഴിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ യാതൊരു രീതിയിലുള്ള ഇഷ്യൂസ് അവിടെ ഉണ്ടാവുന്നില്ല. അതേപോലെ ഹാർട്ട് ഡിസീസ് ഉള്ള, അതായത് നമ്മുടെ ഹൃദയത്തിന് രോഗങ്ങളുള്ള ആളുകളും ദിവസവും മുട്ട കഴിക്കുന്നത് അത്ര ആരോഗ്യപരമല്ല എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. കാരണം ഈ പറഞ്ഞ പോലെ കൊളസ്ട്രോൾ അവിടെ കൂടുതലായിട്ട് ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങളിത് ഓവറായിട്ട് അല്ലെങ്കിൽ ഡെയിലി കഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി മറ്റൊരു ഭാഗം പറയുകയാണെന്നുണ്ടെങ്കിൽ ചില ആളുകൾ പറയും മുട്ട കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഗ്യാസാണ് എന്നുള്ളത്. അപ്പോൾ ശരിക്കും മുട്ട കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും മുട്ട പറ്റാൻ സാധ്യതയില്ല. അതായത് ചില ആളുകൾക്ക് ഇപ്പം പലരും പറയാറുണ്ട് പാലുൽപ്പന്നം പറ്റാറില്ല, ഗോതമ്പ് പറ്റാറില്ല. അത് അവർക്ക് ചില ആളുകൾക്ക് അതിലൊരു ഇൻടോളറൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ അവർക്ക് അതായത് ശരീരത്തിന് വേറെ എന്തെങ്കിലും രോഗങ്ങളാവാം, അതായത് വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവാം, സ്കിൻ റാഷസ് ഉണ്ടാവാം, വയറിന് സുഖമില്ലാത്ത ഇഷ്യൂസ് ഉണ്ടാവാം, അങ്ങനെയൊക്കെ പല രീതിയിൽ ഉണ്ടാവാം. ചില ആളുകൾക്ക് അതിനോട് അലർജി ഉണ്ടാവാം, അത് കഴിച്ച പാടെ അവർക്ക് ആകെ മൊത്തം പൊന്തുക, അല്ലെങ്കിൽ അങ്ങനത്തെ എന്താ പറയുക അവരുടെ വായയിലൊക്കെ ആകെ കൂടെ പൊന്തി ഒരു മുറിവായ ഫീലിംഗ് വരിക, ശരീരത്തിൽ അവിടെ ഇവിടെയൊക്കെ ചൊറിച്ചിലും ഇങ്ങനെ തടിച്ചു പൊങ്ങുന്നൊക്കെ പോലെ തോന്നാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ മുട്ട കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത്. ചില ആളുകൾക്ക് ഗ്യാസ് ഇഷ്യൂസ് വരാറുണ്ട്. അതിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഇതിൽ സൾഫർ കണ്ടന്റ് ഉണ്ട്. മുട്ടയ്ക്കൊരു മണം ഉണ്ടാവാറുണ്ടല്ലോ, നമ്മൾ അവിടെ ഇവിടെയൊക്കെ തൊട്ട് കഴിഞ്ഞാൽ മുട്ട നമ്മൾ മണത്ത്, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് തൊട്ട് കഴിഞ്ഞാൽ ആ മുട്ട അവിടെ കഴുകിയിട്ടില്ല എന്നാണെങ്കിൽ അതിനൊരു വൃത്തികെട്ട മണം വരുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് അതിൽ സൾഫർ കണ്ടന്റ് ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ബീൻസ് അങ്ങനത്തെ മറ്റ് വർഗ്ഗങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ, പയറുവർഗ്ഗങ്ങളൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ചില ആളുകൾക്ക് അത് ഗ്യാസ് ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതേപോലെ ചിലപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന രീതികൾക്കുള്ളൊരു ഇഷ്യൂ ഉണ്ട്. നമ്മൾ ഹൈ പ്രഷറിലൊക്കെയാണ് മുട്ട ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ, ഒരുപാട് പ്രഷർ ഉപയോഗിച്ചിട്ടാണ്, ഇപ്പോൾ കുക്കറിലൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ ഹൈഡ്രോജൻ സൾഫൈഡ് പുറത്ത് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള മുട്ടകൾ കഴിക്കുമ്പോൾ ചില ആളുകൾക്ക് ഗ്യാസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് വരാറുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ചില ആളുകൾക്ക് കഴിക്കാൻ പറ്റാത്തതുണ്ട്. അതിലൊന്നാണ് ഡയബറ്റിസ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഡയബറ്റിക് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതിൽ വേറൊരു ഗുണമുണ്ട്. അതായത് മുട്ട എന്ന് പറയുന്ന ഒരു ഹോൾ പ്രോട്ടീൻ തന്നെയാണ്, അതിൽ വേറെ എമൗണ്ട് കാര്യമായിട്ടൊന്നും വരുന്നില്ല. അപ്പം ഈ ഒരു പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മൾക്ക് നമ്മുടെ ബോഡിയിൽ പെട്ടെന്ന് വിശക്കാണ്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. നമ്മളിപ്പം ഡയബറ്റിക് ആയിട്ടുള്ള ഒരാളോട് നമ്മൾ കഴിക്കാൻ പറയുന്ന ഡയബറ്റിക് പ്ലേറ്റിൽ തന്നെ നമ്മൾ പറയുന്നത് എന്താണ്, അതിൻ്റെ കാൽഭാഗം നിങ്ങൾ എന്തായാലും
പ്രോട്ടീൻ എടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ മുട്ട കഴിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കലോറീസ് ഒരുപാട് കിട്ടുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ആ ഒരു ടയേർഡ് ഫീലിംഗ് അവിടെ ഇല്ലാതാകാൻ അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഒരു മുട്ട എന്ന് പറയുന്നത്, മുട്ടയിൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് ശരിക്കും 0 ആണ്. അപ്പോൾ അതിൽ നമുക്ക് ഡയബറ്റീസ് ഉള്ള ഒരാൾക്ക് മുട്ട കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, നിങ്ങൾ ഡെയിലി കഴിക്കരുത് എന്നുള്ളതാണ് അതിൽ മെയിനായിട്ട് പറയാനുള്ളത്. അതേപോലെ അതിൽ ഫാറ്റ് കണ്ടൻറ്റ് എന്ന് പറയുന്നത് വെറും 11 ഗ്രാം മാത്രമാണ്. ഒരു മുട്ട കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 155 കിലോ കാലറീസ് ആണ് നിങ്ങൾക്ക് ഒരു വലിയ മുട്ടയിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക, കഴിച്ചിട്ടില്ല, ഞാനൊന്നും കഴിക്കുന്നില്ല എന്നുള്ള, അല്ലെങ്കിൽ പെട്ടെന്ന് വിശക്കുന്ന ആ ഒരു സെൻസേഷൻ ഇല്ലാതാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പിന്നെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ മുട്ട എങ്ങനെയാണ് കഴിക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ ഓവർ ബോയിൽ ചെയ്യാൻ പാടില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അങ്ങനെ ഓവർ ബോയിൽ ചെയ്യുമ്പം അതിലുള്ള പ്രോട്ടീൻസ് ഡീനാച്ചുറേറ്റഡ് ആവും. ഓവറായിട്ട് എന്താ പറയുക ബോയിൽ ചെയ്യുമ്പോൾ അതിൽ നമുക്ക് കിട്ടേണ്ട ചില ഗുണങ്ങളുണ്ട്, അതായത് ചില മിനറൽസ് ഉണ്ട്, ചില ഇപ്പം നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിലത് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഓവർ ബോയിൽ ചെയ്യുന്നതിന് പകരം അതിനൊരു എന്താ പറയുക, ഒരു ഹാഫ് ബോയിൽഡ് അല്ലെങ്കിൽ ഒരു ഹാഫ് ബോയിൽഡിൻ്റെ ഫുള്ളി ബോയിൽഡിൻ്റെ ഇടയിലുള്ള ആ ഒരു സ്റ്റേറ്റാണ് എപ്പോഴും മുട്ട കഴിക്കാൻ നല്ലത് എന്ന് പറയും. നിങ്ങൾ ചിലർക്ക് അത് ബുൾസൈ ആക്കിയിട്ട് കഴിക്കാനാണ് ഇഷ്ടം, ചിലർക്ക് അത് ഓംലെറ്റ് ആക്കിയിട്ട് കഴിക്കാനാണ് ഇഷ്ടം. പക്ഷേ ഒരു ഡയബറ്റിക് ആയിട്ടുള്ള ഒരാൾ എപ്പോഴും അതൊരു ഹാഫ് ടു ഫുള്ളി ബോയിൽഡിൻ്റെ ഇടയിലുള്ള ആ ഒരു പൊസിഷനിൽ നിന്നിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് പറയാറുണ്ട്. സോ അതേപോലെ പറയാനുള്ളത്, നിങ്ങളൊരു വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മുട്ട കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി അത് വളരെ ഹെൽപ്ഫുള്ളാണ്. കാരണം ചില ആളുകൾ പറയും എന്തൊക്കെ കഴിച്ചാലും, ഞാൻ സാലഡ്സ് മാത്രം ആക്കിയിട്ട് എൻ്റെ ഡയറ്റ് നോക്കിയിട്ടുണ്ട്, എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, കാരണം വിശന്നിട്ട് നിങ്ങൾക്ക് കണ്ണും കൈയും കാണാത്ത ഒരവസ്ഥ വരാറുണ്ട് എന്നുള്ളതൊക്കെ പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ കൂടെ ഒരു മുട്ടയും കൂടെ ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരു വലിയ മുട്ടയും കൂടെ ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു കാലറി കുറച്ചും കൂടെ നമുക്ക് നീട്ടി കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ വെയിറ്റ് നമുക്കൊന്നും കൂടെ ഫുൾനെസ് ഫീൽ ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കാൻ ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം മുട്ട എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും മാറ്റി നിർത്തേണ്ട ഒന്നല്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഹൈപ്പർ കൊളസ്ട്രീനീമിയ ഉള്ള ആളാണ്, നിങ്ങൾക്ക് കൂടുതലായിട്ട് കൊളസ്ട്രോൾ ഉള്ള ഒരാളാണ്, നിങ്ങൾ നിർബന്ധമായിട്ട് അതിൻ്റെ വെള്ള കഴിച്ചോളൂ. കാരണം അത് ലീൻ പ്രോട്ടീൻ ആയിട്ടാണ് അതിനെ കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ യോക്ക്, അതിൻ്റെ നടുവിലുള്ള മഞ്ഞഭാഗം കളയേണ്ട ആവശ്യമില്ല, മുട്ടയുടെ കുഞ്ചി കളയേണ്ട ആവശ്യമില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും അത് കഴിക്കേണ്ടത് നിർബന്ധമാണ്. കാരണം നിങ്ങൾക്കും അതിൽ നിന്ന് കിട്ടേണ്ട കുറച്ച് പ്രോട്ടീൻസും കുറച്ച് മിനറൽസും കാര്യങ്ങളൊക്കെ അതിലുണ്ട്. അത് ആ മുട്ടയുടെ മഞ്ഞയിൽ മാത്രമാണ് കിട്ടുന്നത്, മുട്ടയുടെ വെള്ളയിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഇൻവോൾവ് അല്ല. ഇപ്പോൾ എന്താ പ്രത്യേകം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു കോഴിക്കുഞ്ഞിനെ ഉണ്ടാക്കാൻ കഴിവുള്ള ഒന്നാണ് മുട്ട എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും കണ്ടൻസ് അല്ലെങ്കിൽ അത്രയും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കണ്ടന്റ് അതിലുണ്ട്. അപ്പോൾ നമ്മൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുമ്പോൾ നമ്മൾക്ക് നമ്മുടെ ശരീരത്തിലേക്ക് എത്തേണ്ട ഒരുപാട് നല്ല ഗുണങ്ങൾ, അല്ലെങ്കിൽ നമ്മൾക്ക് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് ഈസി ആയിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരുപാട് ന്യൂട്രിയൻസ് നമ്മളുടെ കൈവെള്ളയിൽ നിന്നുകൊണ്ട് നമ്മൾ അതിനെ തട്ടിക്കളയുകയാണ്. അപ്പോൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾ മുട്ട ഇൻക്ലൂഡ് ചെയ്യുക. കൊളസ്ട്രോൾ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു ആഴ്ചയിൽ 1 അല്ലെങ്കിൽ 2 എന്നുള്ള രീതിയിലേക്ക് അതിനെ ലിമിറ്റ് ചെയ്യുക. നിങ്ങളല്ലാത്ത സമയം നിങ്ങൾ അതിൻ്റെ വെള്ളം മാത്രം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നോ ഇഷ്യൂ. അതല്ല നിങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള ഇഷ്യൂസ് ഇല്ല എന്നൊരാളാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഡെയിലി റൂട്ടീനിൽ മുട്ടനെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ലൈഫ് ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ് സൈനിങ്.